തീർച്ചയായും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇന്നത്തെ ഈ തലമുറയിലെ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ്. കാര്യം രക്ഷിതാക്കൾ അഭിമുഖീകരിക്കാത്ത തരത്തിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളത്. ശാസ്ത്ര സാങ്കേതിക വിവരസാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് മാറി. ഇപ്പം മൊബൈൽ ഫോൺ തന്നെയും ഒരേ സമയത്ത് നമ്മുടെ ഒരു ശക്തിയാവുന്ന സമയത്ത് മറ്റൊരു സമയത്ത് അത് ദൗർബല്യമാകുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പലപ്പോഴും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് നല്ല സമയങ്ങൾ അപഹരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയും, നമ്മുടെ പഠനത്തിൽ ഫോക്കസ് ചെയ്യേണ്ട വിദ്യാർത്ഥികളോ വിദ്യാർത്ഥിനികളോ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലേക്കും അവർ ശ്രദ്ധ അവരുടെ വ്യതിചലിച്ച് പോവുകയും പഠനത്തിൽ പിന്നോക്കം പോവുകയും ചെയ്യും. ഒന്നത്. രണ്ട്, പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഈ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ വഴി അവർ വിധേയരാകാൻ സാധ്യതയുണ്ട്. അപ്പം തന്നെ ചില ആൾക്കാർ ഗെയിമുകളിലേക്ക് പോവുകയും ഗെയിം അഡിക്ഷനിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ മറ്റ് പലതരത്തിലുള്ള സൈറ്റുകളിലേക്ക് അവർ പോവുകയും അങ്ങനെ അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഇൻവോൾവ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. തീർച്ചയായും ഈ സേവനങ്ങൾ വളരെയേറെ വിജ്ഞാനം പ്രദാനം ചെയ്യുമ്പോൾ തന്നെ മറ്റ് പലതരത്തിലുള്ള അപകട സാധ്യതകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രഗ് ഡെലിവറിക്ക് വരെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ അവരുടെ ചിന്തകളെ വഴിതിരിച്ച് വിടുന്ന തരത്തിലുള്ള പല ചിന്തകൾ അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്തൊരു വലിയ ചലഞ്ചാണ്. പക്ഷേ ഈ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിശ്ചിത സമയം അവർക്ക് നിശ്ചിത സമയം വയ്ക്കുക. പിന്നെ അവർ മാതാപിതാക്കളുടെ സമീപം തന്നെ അവരുണ്ടാകണം എന്നുള്ള ഒരു നിഷ്കർഷ വയ്ക്കുക. അപ്പോൾ അവർ മാറി ഈ ഒറ്റയ്ക്കിരുന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കഴിവതും റെസ്ട്രിക്റ്റ് ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ഓപ്പണായിട്ടുള്ള സ്പേസ് തന്നെ അതൊക്കെ വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജാഗ്രത മാതാപിതാക്കൾ പുലർത്തണം. കാരണം പലയിടത്തും ഈ ഇൻ്റർനെറ്റ് വഴിയാണ് അല്ലെങ്കിൽ ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നതും പലതരത്തിൽ മാതാപിതാക്കൾ അറിഞ്ഞുകൂടാത്ത ഒരു വെർച്വൽ വേൾഡിലേക്ക് ഈ കുട്ടികൾ അവരാനയിക്കപ്പെടുകയും അവർ ഒരു ഭൗതികമായ ഒരു തലത്തിൽ നിന്നും അവർ വെർച്വൽ വേൾഡിലേക്ക് അവർ അഭിരമിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ധാരാളം കുട്ടികൾ അവരുടെ ജീവിതം ഒരു സമാന്തരമായ രീതിയിൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ജീവിക്കുന്ന ഈ ഒരു യഥാർത്ഥമായ ലോകത്തു നിന്ന് മാറി അവർക്കൊരു വെർച്വൽ വേൾഡിലേക്ക് അവരുടെ ജീവിതം മാറ്റി നടാനും ഒക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാറാനും സാധ്യതയുണ്ട്. അതുണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊരു പലതരത്തിലുള്ള ഉത്കണ്ഠയും വിഷാദവും ഉൾവലിയലും ഒറ്റപ്പെടലും ഒക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ വളരെ ജാഗ്രതയോടെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്.